ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്തുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരും. അപ്പോൾ നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സായ ln(x) ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസോ ഡിഫറൻഷ്യബിളോ ആണ് എങ്കിൽ ആ ഫംഗ്ഷനും കണ്ടിന്യൂസോ ഡിഫറൻഷ്യബിളോ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത്. വൈ ഈക്വൽ ടു നമ്മൾ ഇ റേസ് ടു എക്സ് എടുക്കുന്നു, രണ്ട് സ്ഥലത്തും ലോഗരിതം എടുക്കുന്നു. ലോഗരിതം എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അടുത്തത് find the derivative of f of x is equal to e raised to minus x square. അപ്പോൾ e raised to minus x square ൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കിയേ. x into e raised to 2y minus x cube plus 2y minus 5 is equal to 0. Then use implicit differentiation to find dy by dx. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ കൊണ്ടുവരാതെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ത്രൂ ഔട്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുക. എന്നിട്ട് അതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനി y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2x പ്ലസ് 3x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സൊല്യൂഷനാണെന്ന് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നമ്മളിവിടെ y കിട്ടിയിട്ടുണ്ട്. ആ വൈയും y എന്ന് y ഡാഷ് കണ്ടുപിടിക്കുക, y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. ആ y ഡാഷ് y ഡബിൾ ഡാഷ് എന്നത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് x ഇൻറ്റു ഇ റേസ് ടു y പ്ലസ് 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 0 അറ്റ് 1 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്? ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെറിവേറ്റീവ് ആണ്. ടാൻജന്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 0 ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ടാൻജന്റിൻ്റെ സ്ലോപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. ആ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ അറ്റ് 1 0 നമ്മൾ കണ്ടുപിടിക്കുന്നു. ദറ്റ് ഈസ് ഗിവൺ ടു ബി -3/2. അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടി. അപ്പോൾ എം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y നോട്ട് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് 1 0 എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ 1 0യും എമ്മും നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് 1 0 ആസ് y ഈക്വൽ ടു -3/2 ഇൻറ്റു എക്സ് പ്ലസ് 3/2. ഓക്കെ, ഇവിടെ നമ്മളോട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ അബ്സല്യൂട്ട് എക്സ്ട്രീമ കണ്ടുപിടിക്കാൻ പറയും. അബ്സല്യൂട്ട് എക്സ്ട്രീമ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഡെറിവേറ്റീവ് എടുക്കുക, 0 ആണെന്ന് നോക്കുക. അതിനുശേഷം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നോക്കുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ചെയ്തതായിരുന്നല്ലോ. ഇതൊരു അസൈൻമെൻ്റ് ആണ്, ഇത് ചെയ്യുക. നമ്മൾ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് കണ്ടത്. ഇവിടെ നമ്മൾ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണ് എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണെങ്കിൽ പിന്നെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. സോ ദിസ് ഈസ് ദ ഫോർമുല. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു യു ഡി യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു യു പ്ലസ് സി ആൻഡ് ഇൻ്റഗ്രേറ്റ് ദിസ്. അപ്പോൾ 5x നമ്മൾ ഇത് ഉണ്ടോ, ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു 5x എന്ന് പറഞ്ഞാൽ 5x നമ്മൾ യു കൊടുക്കുന്നു, ഇപ്പോൾ യു കണ്ടുപിടിക്കുന്നു, ടി എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സിമ്പിളാണ്. നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള മാത്സ് തന്നെ ഇതിനകത്തുള്ളൂ. ഇതിനകത്തൊക്കെ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻസാണ് കൊടുത്തേക്കുന്നത്. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പരിചയം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുക. ദെൻ യു ക്യാൻ സോൾവ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അടുത്തത് ഇതാ നോക്ക്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ്സ് f of x equal to e raised to x, g of x equal to x equal to 0 and x equal to 1. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളൊന്ന് വരയ്ക്കുക.
ഗ്രാഫ് എന്ന് വരച്ചിട്ട് ആ റീജിയൻ ഏതാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് x = 0 എന്ന് പറയുന്നത് y(x) ആണെന്ന് കാണാം, x = 1 എന്ന് പറയുന്ന ഈ ലൈനാണ്, y = x എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, y = e⁻x എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറയും. അപ്പോൾ ഇവയുടെ ഇടയിലുള്ള ഈ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് R. അപ്പോൾ ഈ R കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫംഗ്ഷൻ. എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? അപ്പോൾ എഫിനും ജിക്കും ഇടയിലുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഇൻ്റഗ്രൽ x0 to അല്ലെങ്കിൽ ഇൻ്റഗ്രൽ x1 to x2 f(x) - g(x). അപ്പോൾ f(x) മേലെയുള്ളതായിരിക്കണം, അല്ലെ നമുക്ക് f(x) - g(x) എന്ന് എഴുതാൻ പറ്റും. ഇവിടെ e⁻x എന്ന് പറയുന്നത് g(x) = x-ൻ്റെ മേലെയാണല്ലോ ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആ e⁻x ൽ നിന്ന് നമ്മൾ x സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് ഇൻ്റഗ്രൽ 0 to 1, ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണല്ലോ. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് e⁻3/2 എന്ന് പറയുന്ന അതിൻ്റെ ഏരിയ ആയിട്ട് കാണാൻ പറ്റും. അടുത്തത് വോളിയം ചോദിച്ചേക്കുന്നു, എളുപ്പമാണ്. π × ഇൻ്റഗ്രൽ y² dx എന്ന് പറയുന്നതാണ് ഫോർമുല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അസൈൻമെൻ്റ് ആണ് ചെയ്യുക കേട്ടോ. അടുത്തത് സ്പ്രിംഗ് സിസ്റ്റം. ഈ ടൈപ്പ് പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മുടെ ഷോർട്ട് എസ്സേയിലൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ വെയിറ്റ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ആൻഡ് എ ഡാഷ്ബോർഡ് ഡാമ്പിംഗ് ഡിവൈസ് ഈസ് x(t) = etc. എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. x(t) എന്ന് പറയുന്നത് പൊസിഷനാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. t എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. നമ്മളോട് ഇനിഷ്യൽ പൊസിഷനും ഇനിഷ്യൽ വെലോസിറ്റിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ t = 0 കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പൊസിഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അപ്പം നമുക്ക് വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റിയിൽ t = 0 എന്നിട്ട് കൊടുക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമുക്ക് x(0) ഇനിഷ്യൽ പൊസിഷൻ, ദെൻ വെലോസിറ്റി കണ്ടുപിടിച്ചു, അതിൽ t = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ബാക്കിയൊന്ന് ചെയ്ത് നോക്കാം. ഇത് അത്ര ഇതിനകത്തുണ്ട്. ഇനി ജനറൽ എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ln(x) കണ്ടു അല്ലേ, നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ കണ്ടു, പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ e⁻x കണ്ടു, അതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് കണ്ടു. ഇനി നമ്മൾ ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ a⁻x എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ a എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് പോസിറ്റീവ് റിയൽ നമ്പറാണ്, a not equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് a എന്ന് പറയുന്നത് f(x) = a⁻x ആയിരിക്കും. അപ്പോൾ ഈ a⁻x നമുക്ക് നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ്റെയും എക്സ്പോണൻഷ്യൽ സാധാരണ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെയും ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. a⁻x = e⁻x × ln a. ഇവിടെ നോക്കി, ln of a⁻x എന്നുള്ളതാണ് x × ln a എന്ന് പറയുന്നത്. e⁻ln of a⁻x എന്ന് പറയുന്നത് a⁻x ആണല്ലോ. നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും പരസ്പരം ഇൻവേഴ്സസ് ആയതുകൊണ്ട് e⁻ln a⁻x എന്ന് പറയുന്നത് a⁻x ആയിരിക്കും. അപ്പോൾ a⁻x നമുക്ക് ഇൻ്റെയും ln-ൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നതാണ് ഇത്. ഇവിടെ നോക്ക്, ഓരോന്നും നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുണ്ട്. ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ e⁻x × e⁻y എന്ന് പറയുന്നത് e⁻x + y ആണെന്ന് കണ്ടിരുന്നു. അതേപോലെ തന്നെയുള്ള ലോസ് മുഴുവൻ നമുക്ക് ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കേസിലും ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ റിസൾട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതുണ്ടോ, a⁻x × a⁻y നമ്മൾ a⁻x e⁻x × ln a എന്ന് എഴുതാമല്ലോ. അതേപോലെ ഇതിനെ a⁻y e⁻y × ln a എന്ന് എഴുതാം. അപ്പോൾ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇവിടെ അടുത്ത റൂള് നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ തിരിച്ച് നമ്മൾ ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഓക്കെ, ഇതേപോലെയാണ് ഈ റിസൾട്ടുകൾ മുഴുവൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലുള്ള റൂള് എടുത്തിട്ട് അതുപയോഗിച്ച് ഇത് സോൾവ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. a⁻x ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ a⁻x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ln a × a⁻x ആണ്. അതെങ്ങനെ വരുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. a⁻x e⁻x × ln a എന്ന് എഴുതി. e⁻x × ln a ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് e⁻x × ln a × x × ln a ഡെറിവേറ്റീവ് ആണ്. x × ln a ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ln a ആണ്. സോ ദിസ് ഇസ് ln a × a⁻x. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഓഫ് a⁻x is ln a × a⁻x.
അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ചെയ്തേക്കുന്നത്. ഓരോന്നും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പല പ്രോബ്ലംസും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് അസൈൻമെൻ്റ് ആണ്, നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തത് y ഈക്വൽ ടു a raised to x ൻ്റെ ഗ്രാഫ് എന്താണ്? അപ്പോൾ ഗ്രാഫ് എന്താണെന്ന് നോക്കണമെങ്കിൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. സപ്പോസ് a is greater than 1. അപ്പോൾ d by dx of a raised to x എന്ന് പറയുന്നത് എന്താണ്? ln a into a raised to x ആണ്. a greater than 1 ആയതുകൊണ്ട് ln a പോസിറ്റീവ് ആണ്. ln a പോസിറ്റീവ് ആയതുകൊണ്ട് ln a into a raised to x എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. സോ കർവ് ഈസ് ഇൻക്രീസിങ്. അടുത്തത് a 0ക്കും 1നും ഇടയിലാണെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ln a എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ കർവ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിട്ട് വരും. a raised to x ആവുമ്പോൾ ഉള്ള രണ്ട് ഗ്രാഫുകളും പറഞ്ഞിരിക്കും. ഓക്കെ, ഒന്ന് ഇൻക്രീസിങ്, അടുത്തത് ഡിക്രീസിങ്. ഇവിടെ ഗ്രാഫ് നമ്മളോട് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എളുപ്പമാണ് സ്കെച്ച് ചെയ്യാൻ. കുറച്ച് വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ സ്കെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത y ഈക്വൽ ടു 2 raised to minus x ചോദിച്ചേക്കുന്നു. 2 raised to minus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2 raised to x ആണല്ലോ. അപ്പോൾ 1/2 എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാണ്. 1നേക്കാളും ചെറുതായതുകൊണ്ട് കർവ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ് ആയിരിക്കും. ഇനി ഡെറിവേറ്റീവ് ഓഫ് x is equal to x raised to x എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് x raised to x-ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് നമ്മൾ ലോഗരിതം എടുക്കുക. ln y is equal to x into ln x എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് dy by dx നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതേ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ 2 raised to x ഓ 3 raised to x ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മേലെ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് അല്ലാതെ ഈ രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ y ഈക്വൽ ടു 2 raised to x-ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ln y is equal to ln of 2 raised to x എന്ന് എടുക്കുന്നു. രണ്ട് തരത്തിൽ ലോഗരിതം എടുക്കുന്നു, ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് dy by dx കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുലയൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലാണ് എക്സാമ്പിൾ 2ഉം എക്സാമ്പിൾ 3യും നമ്മൾ ചെയ്തു പോകുന്നത്. അടുത്തത് a raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്നുള്ള ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. അപ്പോൾ a raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് a raised to x divided by ln a ആണ്. അതെങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതാണല്ലോ d by dx of a raised to x is equal to ln a into a raised to x ആണ്. അപ്പോൾ a raised to x is equal to d by dx of a raised to x divided by ln a. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് a raised to x divided by ln a plus c ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിക്കുന്നു. ജസ്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെ ടി ക്യൂബ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഇവിടെയും നമ്മൾ ചെയ്തു പോകുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, അസൈൻമെൻറ്റ്സ്. ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷൻസ് വിത്ത് ബേസ് എ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? സാധാരണ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷനായ ln നമ്മൾ കണ്ടു. അതിനുശേഷം നാച്ചുറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായ e raised to x കണ്ടു. പിന്നെ ജനറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായ a raised to x കണ്ടു. അപ്പോൾ പിന്നെ ജനറൽ ലോഗരിതമിക് ഫംഗ്ഷനായിട്ടുള്ള ln of x to the base a എന്താണെന്ന് കാണണ്ടേ? y is equal to log of x to the base a if and only if x is equal to a raised to y. എക്സിനെ എയുടെ പവറായിട്ട് എഴുതുമ്പോൾ പവറിൽ വരുന്ന എന്താണോ അതാണ് എക്സിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബേസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഫോർമുല എന്താണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബേസ് തന്നേക്കുന്നത് എയിലാണല്ലോ. അപ്പോൾ എയിൽ ബേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല, പലപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഇയുടെ ഇ എന്ന് പറയുന്ന ബേസിലേക്ക് നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റുന്നു. അതെങ്ങനെയാണെന്നുള്ളതാണ്. സപ്പോസ് y is equal to log a log x. സെക്കൻഡ്, ചെയ്യാം. പറഞ്ഞിരുന്നത് ജനറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ? ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് എ എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ബേസ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. y ഈക്വൽ ടു log x to the base a ആണ്. അപ്പോൾ നമുക്ക് x is equal to a raised to y ആണെന്ന് അറിയാം. രണ്ട് സ്ഥലത്ത് നമ്മൾ ലോഗരിതം എടുക്കുന്നു, നാച്ചുറൽ ലോഗരിതം എടുക്കുന്നു. നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ ln x is equal to ln of a raised to y എന്ന് വരും. ദറ്റ് ഈസ് y into ln of a എന്ന് വരും. സോ y is equal to ln x divided by ln a എന്നാണ്. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? ലോഗരിതം ഓഫ് x to the base a is equal to ln x divided by ln a എന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസ് ചേഞ്ചിങ് ഫോർമുല എന്ന് പറയുന്നത്.
ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്കൊക്കെ ചെയ്യുന്നത്. പ്രോബ്ലംസ് നോക്കുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 3, 4. അടുത്തത് പവർ റൂൾ. d by dx of x raised to n is equal to n into x raised to n minus 1 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ y equal to x raised to n എടുക്കുന്നു, രണ്ട് സ്ഥലത്തും ലോഗരിതം എടുക്കുന്നു. ലോഗരിതം എടുത്തതിന് ശേഷം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ we can see that dy by dx is equal to n into x raised to n minus 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡെറിവേറ്റീവ്സ് എടുക്കുന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എ വരുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് 1 by x into ln a എന്നുള്ളതാണെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി പ്രോബ്ലംസ് നോക്കുക, തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ബേസ് 10 ആയിട്ടുള്ള ലോഗരിതത്തിനെ നമ്മൾ സാധാരണ ലോഗരിതം അല്ലെങ്കിൽ കോമൺ ലോഗരിതം എന്നാണ് വിളിക്കുന്നത്. നാച്ചുറൽ ലോഗരിതം ബേസ് ഇ ആയിട്ടുള്ള ലോഗരിതം, കോമൺ ലോഗരിതം എന്ന് പറയുന്നത് ബേസ് 10 ആയിട്ടുള്ള ലോഗരിതം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഈ നമ്പർ ഇല്ലേ, ജനറൽ എക്സ്പോണൻഷ്യൽ എക്സ് ഇ എന്ന് പറയുന്ന നമ്പർ, ഇതിനെ നമ്മളിവിടെ ലിമിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നതാണ്. ഇതാ, ഇതിനെ നമ്മൾ ലിമിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നതാണിത്. ഇത് നിങ്ങളൊന്ന് തനിയെ നോക്കുക, എന്നിട്ട് എന്താണ് വരുന്നത് എന്താണെന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ലൈവ് വരുമ്പോൾ ചോദിക്കാം. ഇത് നിങ്ങളൊന്ന് നോക്കി ടെക്സ്റ്റിൽ നന്നായിട്ടൊന്ന് എഴുതിയിട്ട് എനിക്ക് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരും. ഇന്ന് ഇത്രയേ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യാം.